ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു പുതിയ മൈൻഡ് റീഡിംഗ് മാജിക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതേസമയം ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ മാജിക്കിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു പ്രഡിക്ഷൻ മാജിക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറേ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ടേ. ഇതുണ്ടോ പേരുകൾ കാണാമോ? ഞാനൊന്ന് ക്യാമറയെ കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തരാം. ഇതുണ്ട് പല പ്രശസ്തരായ ആൾക്കാരുടെ പേരുകളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പല പല പേരുകളായിരിക്കും. ഇപ്പൊ നിനക്ക് നോക്കാം ഇതെല്ലാം വേറെ വേറെ പേരുകളാണോ എന്ന് നോക്കാം. നോക്കൂ. ഇന്ദ്രജിത്ത്, ഫിലിട്ടോം, പ്രണവ്, പ്രിയദർശൻ, രമേഷ് പിഷാരടി, ദിലീപ്, അജു വർഗീസ്, അങ്ങനെ പല പേരുകൾ, എല്ലാം വേറെ 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 പേരുകൾ. ഇതിപ്പോ ഇന്നത്തെ ഒരു ഓർഡർ അറേഞ്ച്മെന്റ് ഒന്നുമില്ല, ഞാൻ മിക്സ് ചെയ്യാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു പ്രഡിക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രഡിക്ഷൻ ഉണ്ട്. എൻ്റെ പ്രഡിക്ഷൻ എവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കൊരു ഗെയിം തുടങ്ങാം. ഇപ്പൊ ഞാനിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നീ പറയുന്ന മിക്സ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യാം. കാർഡ് ഷഫിൾ ചെയ്യുന്ന പോലെ ഷഫിൾ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. മതിയാകും. ഇനി നീ ഇത് കയ്യിൽ വെച്ചു. എൻ്റെ കയ്യിലോട്ട് ഓരോ കാർഡ് ഇടണം. ഓരോന്ന് ഇട്ടോളാം. ഞാൻ നോക്കുന്നില്ല, ഓരോന്ന് ഇട്ടോണ്ടിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്താം കേട്ടോ. ഇഷ്ടമുള്ളപ്പോൾ നിർത്താം, നന്നായി വീഴാതെ. ഇട്ടോണ്ടിരുന്നോ നീ ഇഷ്ടമുള്ളപ്പോൾ നിർത്താം. നിർത്തി തീർച്ചയാണോ? വേണമെങ്കിൽ ഇനി ഇടാം. ഷുവറാണോ? അപ്പൊ ഇതാണ് ഏറ്റവും മുകളിലിരിക്കുന്നതാണ്. ഇത് റാൻഡമായിട്ട് വെച്ച കാർഡ് അല്ലേ? റാൻഡമായിട്ടാണ് ഈ കാർഡ് വെച്ചത്. അപ്പൊ എൻ്റെ കയ്യിലൊരു പ്രഡിക്ഷൻ ഉണ്ട്. നീ റാൻഡം എടുത്ത കാർഡ് പ്രഡിക്ഷൻ ഒത്തു വന്നാൽ നിനക്ക് അത്ഭുതം ഉണ്ടാവും. ഓക്കെ, ആ അത്ഭുതം മാത്രമല്ല, ഇനി അഥവാ ഞാൻ തെറ്റിപ്പോവാണെങ്കിൽ ഞാൻ നിനക്കൊരു പിന്നെ ബെറ്റ് വെക്കാം. ഇത് കണ്ടോ, ഇതെന്റെ പേഴ്സാണ്. ഇതിനകത്ത് കുറെ അധികം രൂപയുണ്ട്. ഓക്കെ, അഥവാ എന്റെ പ്രഡിക്ഷൻ തെറ്റിപ്പോയാൽ ഇത് മുഴുവൻ നിനക്കെടുക്കാം. ഓക്കെ, ഓക്കെ. നൗ ലെറ്റ് us see. അപ്പൊ ഏറ്റവും മുകളിലിരിക്കുന്ന കാർഡാണ് നിന്റെ കാർഡ്. ഞാൻ സെലക്ട് ചെയ്തു. റാൻഡമായിട്ട് എടുത്തല്ലേ? എനിക്ക് വല്ല അറിവ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഷുവർ അല്ലേ? എന്നാ എടുത്ത് നോക്കി നോക്കട്ടെ. എന്തായിരിക്കും? സിദ്ദിഖ്. അപ്പൊ നീ റാൻഡമായിട്ട് എടുത്ത കാർഡാണ്, അത് സിദ്ദിഖാണ് കാർഡ്. ഓക്കെ, ഇനി നമ്മുടെ പ്രഡിക്ഷൻ എന്ന് നോക്കാം. നീ പ്രൊഡക്ഷൻ തുറന്നു നോക്കിയ പ്രഡിക്ഷൻ. സിദ്ദിഖ്. അപ്പൊ ഇതാണ് സിദ്ദിഖിനെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പൊ എന്റെ പൈസ പോയില്ല, നിനക്ക് പൈസ കിട്ടിയില്ല, എന്റെ പൈസ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതില് കുറെ പ്രശസ്തരുടെ പേരെഴുതിയ കുറെ കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. പല പേരുകൾ എഴുതിയ കാർഡ്. ഈ കാർഡ് നമ്മൾ പ്രേക്ഷകന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് നമുക്ക് ഷഫിൾ ചെയ്ത് കാണിക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഇത് പ്രേക്ഷകൻ്റെ കയ്യിൽ കൊടുത്ത് പ്രേക്ഷകനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഷഫിൾ ചെയ്യിക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലോട്ട് പ്രേക്ഷകനോട് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു കാർഡ് ഇടാൻ പറയാം. അപ്പോൾ കാർഡ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാർഡ് ഇട്ടിട്ട് നിർത്താൻ പറയുന്നു. അപ്പോൾ റാൻഡമായിട്ട് തോന്നത്തക്ക രീതിയിൽ ഇതാണ് എടുത്തിരിക്കുന്ന കാർഡ്. അപ്പോൾ പ്രേക്ഷകൻ സെലക്ട് ചെയ്ത കാർഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത്, നമുക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാർഡുണ്ട് ഇവിടെ.
അപ്പോൾ ആ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സിദ്ദിഖിൻ്റെ ഫോട്ടോ ഒട്ടിച്ചൊരു പടമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിദ്ദിഖ് എന്നുള്ള കാർഡ് നമ്മൾ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാർഡ് വെച്ച് വേണം പ്ലേ ചെയ്യാൻ. അപ്പോൾ പ്രേക്ഷകനൊരു കാർഡ് സെലക്ട് ചെയ്തെന്നു, അത് ഇവിടെ ഇരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു പേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സ് നമ്മളിവിടെ കൊണ്ടുവരുന്ന ആ സമയത്ത് പേഴ്സിൻ്റെ അടിയിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കാർഡ്. സിദ്ദിഖെന്ന് എഴുതിയുള്ള ആ കാർഡ് പേഴ്സിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ പേഴ്സ് വെച്ചിട്ട് ബെറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് പേഴ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സിദ്ദിഖ് എന്നുള്ള കാർഡ് ഇവിടെ വരികയാണ്. പിന്നെ നമ്മൾ പേഴ്സ് മാറ്റി എല്ലാം കഴിയുമ്പോൾ ടോപ്പിൽ നമ്മൾ ഈ കാർഡ് നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്ക്. അതിനുശേഷം നമ്മൾ ഇത് എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിദ്ദിഖിൻ്റെ പടമുള്ള കാർഡാണ് വെച്ചിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ പേര് വെച്ചിട്ട് ചെയ്ത് പല രീതിയിൽ നമുക്ക് ഇത് അവതരിപ്പിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. നമുക്കൊരു കാർഡ് പ്രഡിക്ഷൻ ടെക്നിക്കായിട്ട് എടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് പ്രഡിക്റ്റ് ചെയ്യാം. ആ കാർഡ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജോക്കറാണെന്ന് വിചാരിക്കുക. ജോക്കർ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ വേറെ ജോക്കർ എടുത്ത് ഈ ജോക്കറായിരിക്കും നമ്മൾ ഇവിടെ ഒരു ജോക്കർ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ജോക്കറായിരിക്കും നമ്മളിവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്നിട്ട് നമ്മൾ പ്രേക്ഷകനോട് ഇവിടെ നമുക്ക് വേറെ രീതിയിലും ഇത് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് ഇപ്പോൾ ഇവിടെ കടലാസിൽ പൊതിഞ്ഞ് വയ്ക്കുന്നതിന് നമുക്ക് ഇതിനകത്തിടാം. ഈ കവറിനകത്ത് ഇട്ടിട്ട് പറയാം ഞാനൊരു പ്രഡിക്ഷൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് വേണം നമ്മൾ ഈ പ്രഡിക്ഷൻ ഈ കാർഡിൻ്റെ പുറത്ത് ഈ കൂട് വയ്ക്കുന്നു, ഇതിൻ്റെ കവർ വയ്ക്കുന്നു. അപ്പോൾ കവർ നമ്മൾ വയ്ക്കുന്ന മട്ടിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് കാർഡ് പ്രഡിക്ഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് പ്രേക്ഷകനെ കൊണ്ടൊരു കാർഡ് എടുപ്പിക്കുന്നു. പ്രേക്ഷകൻ്റെ കാർഡ് ടോപ്പിലിരിക്കുന്നു. നമ്മൾ ഈ കാർഡിൻ്റെ എം ടി കാർട്ടിനിവിടെ വയ്ക്കുന്ന മട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇതിനകത്ത് എൻ്റെ പ്രഡിക്ഷനുണ്ട്, ഈ പ്രഡിക്ഷൻ നിങ്ങൾക്ക് കാണാം എന്നൊക്കെ പറഞ്ഞെടുക്കുക. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊണ്ടുവന്ന ജോക്കർ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഇവിടെയും ജോക്കറായി. ഇങ്ങനെയും നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ ടോപ്പ് കാർഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ഇഫക്റ്റ് കിട്ടുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ മറ്റൊരു മാജിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.